back to Chinnu's Taste Buds. ഇന്ന് ഞാൻ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പേ തന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ കൂടെ ബെൽ ഐക്കണിൽ ഓൾ എന്നോട് ക്ലിക്ക് ചെയ്യണം. അപ്പോഴേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഉടനെ തന്നെ മെസ്സേജ് വരുള്ളൂ. ഇനി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കിലോ ബാസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അത് കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം. അപ്പോൾ ഏകദേശം ഒരു അരമണിക്കൂറോളം ഈ അരി വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ മാറ്റി വെക്കണം. ഇനി ഒരു നോൺ സ്റ്റിക്ക് പാൻ ഒന്ന് അടുപ്പിൽ വെച്ചതിന് ശേഷം അതിലേക്ക് 1 കപ്പ് അരിക്ക് 4 കപ്പ് വെള്ളം എന്ന അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 ബൗള് അരി അളന്നെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതേ ബൗളിൽ 4 ബൗള് വെള്ളമാണ് ഞാൻ ഈ പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുള്ളത്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർക്കണമെങ്കിലും അത് അധികം ആവില്ല. കാര്യം നമ്മൾ വെള്ളം അധികമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ അരി പുഴുങ്ങി ഊറ്റിയാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം ഉപ്പ് ഇച്ചിരി കൂടിയാലും റൈസിൽ ഉപ്പ് ശരിക്ക് പിടിച്ച് കിട്ടും. അതിന് വേണ്ടിയാണ്. പിന്നെ ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ലൈം ജ്യൂസ് ചേർത്ത് കൊടുക്കാം. നാരങ്ങയുടെ കുരു കളഞ്ഞെടുത്തതിന് ശേഷം വേണം അതിൻ്റെ നീര് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാനായിട്ട്. പിന്നെ 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ മൂടി വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇനി ആ സമയത്തിന് ഒരു പാത്രത്തിലേക്ക് ഒരു 5 പീസ് ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. ഇത് നമുക്ക് ഫ്രൈഡ് റൈസിന് ലാസ്റ്റ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയുള്ള ചിക്കൻ പീസസാണ്. അപ്പോൾ അതിന് വേണ്ടി ഇതാദ്യമേ ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ആവശ്യത്തിന് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കുരുമുളക് പൊടിയും കൂടി ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഒരുപാട് വേകേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടിയാൽ മതി. കാര്യം എന്നിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം ഈ ചിക്കൻ പീസസ് നമുക്ക് ചെറുതായിട്ട് ഒന്ന് നുറുക്കിയെടുത്തതിന് ശേഷം ഫ്രൈഡ് റൈസിൽ ചേർക്കേണ്ടതാണ്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ചൂടാറിയതിന് ശേഷം ഈ ചിക്കൻ പീസസ് ചെറുതായിട്ടൊന്ന് ഒരു ചെറിയ പീസസ് ആക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. ഇപ്പോൾ ചിക്കൻ ഞാൻ ഇതേപോലെ എല്ലാം ചെറിയ പീസസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം കളയാതെ മാറ്റി വെക്കണം. നമുക്ക് ലാസ്റ്റ് ഫ്രൈഡ് റൈസിന് ഇതിൽ ഒഴിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ചോറിന് വേണ്ടി വെച്ചിട്ടുള്ള വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി സോക്ക് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്ക് വെള്ളം ഊറ്റി കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. റൈസ് കുറഞ്ഞത് ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മുടെ റൈസ് ഒട്ടിപ്പിടിക്കാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് റൈസ് തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരുപാട് വെള്ളം വെച്ചിട്ട് അധികം വെള്ളം വെച്ചിട്ട് പുഴുങ്ങി ഊറ്റിയെടുക്കുന്നത്. ഇനി നമുക്ക് മൂടി വെച്ച് ഈ റൈസ് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ റൈസ് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇതൊന്ന് പാകത്തിന് ആയൊന്ന് നോക്കിയിട്ട് നമുക്ക് ഈ വെള്ളം അരിച്ചു മാറ്റാവുന്നതാണ്. ഇപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ റൈസ് റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഒരുപാട് വെന്ത് പോകരുത്. ഈ ഒരു പാകത്തിന് വേവിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഈ റൈസ് വെള്ളത്തിൽ നിന്ന് അരിച്ചു മാറ്റിയെടുക്കാം. ഒരു ബൗളിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു പാൻ അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ഓയിൽ എടുക്കുമ്പോൾ എപ്പോഴും സൺഫ്ലവർ ഓയിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. വെളിച്ചെണ്ണ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വെളിച്ചെണ്ണ എടുക്കാതിരിക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി ആ എണ്ണയൊന്ന് ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം, ഒന്ന് ചിക്കി എടുക്കണം നന്നായിട്ട്. ഈ ഒരു പാകത്തിന് മുട്ട ഫ്രൈ ചെയ്തത് നമുക്ക് കോരി മാറ്റാം. ഇനി അതേ പാത്രത്തിലേക്ക് തന്നെ 1/2 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഓയിൽ ഞാൻ നേരത്തെ മുട്ട പൊരിച്ചതിൻ്റെ ബാക്കി ഓയിൽ അതിൽ തന്നെ ഉണ്ട്. പിന്നെ കുറച്ചുകൂടെ ഓയിൽ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മാഗിയുടെ ചിക്കൻ ക്യൂബ്സ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലത്തെ ചിക്കൻ ക്യൂബ്സിൻ്റെ പാക്കറ്റിൽ 2 പാക്കറ്റായിട്ട് ഉണ്ടാവും. അപ്പോൾ അത് രണ്ടും നമുക്ക് കവർ കളഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസിന് ആ ചിക്കൻ്റെ നല്ലൊരു ഫ്ലേവർ കിട്ടാനും കൂടി വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഈ ചിക്കൻ ക്യൂബ്സ് ചേർക്കുമ്പോൾ എന്ന് വെച്ചാൽ അതിൽ തന്നെ ഒരുവിധം ഉപ്പുണ്ടാവും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം പിന്നീട് ഇതിലേക്ക് ഉപ്പ് ചേർക്കാനായിട്ട്. ഇനി നമ്മൾ നേരത്തെ പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതാ എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഈ ചിക്കൻ പീസസും ചിക്കൻ ക്യൂബ്സും ഒക്കെ കൂടെ നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. സോസുകൾ 3 സോസും കൂടെ ഇതിലേക്ക് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. സോസിൻ്റെയൊക്കെ നല്ലൊരു ഫ്ലേവറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് സെലറി, സ്പ്രിംഗ് ഓണിയനും സെലറിയൊക്കെ അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല. ഞാൻ 2 തണ്ട് സെലറി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 തണ്ട് സ്പ്രിംഗ് ഓണിയൻ എടുത്തിട്ടുണ്ട്. പിന്നെ 1 കപ്പ് ക്യാബേജ് ഞാനിവിടെ വയലറ്റ് കളറിലെ ക്യാബേജാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വയലറ്റ് കളർ ഇല്ലെങ്കിൽ സാധാരണ ക്യാബേജ് എടുത്താലും മതി. പിന്നെ 1 കപ്പ് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഈ വയലറ്റ് കളറിലെ ക്യാബേജും ആകുമ്പോൾ കുറച്ചുകൂടെ നല്ല കളർഫുൾ ആയിരിക്കുള്ളൂ നമ്മുടെ ഫ്രൈഡ് റൈസിന്. ഇതിനെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ സ്റ്റോക്ക്
ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചിക്കൻ വേവിച്ചെടുത്തതിൻ്റെ സ്റ്റോക്കാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചിക്കൻ ക്യൂബ്സിൽ ഉപ്പുണ്ടാവും. അതേപോലെ തന്നെ ഇപ്പോൾ ചിക്കൻ സ്റ്റോക്ക് നമ്മളിതിലേക്ക് ഒഴിച്ചതുമൊക്കെ ഉപ്പ് നേരത്തെ തന്നെ ഇട്ടിട്ടുള്ളതായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമനുസരിച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ റൈസും നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് തന്നെയാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ 2 അല്ലെങ്കിൽ 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ ആണെങ്കിലും ചേർത്താൽ മതി. ബട്ടർ ആകുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കുള്ളൂ. ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഒരുപാട് നേരം വേവിക്കരുത്. ഈ ക്യാരറ്റും ആ ക്യാബേജും ഒക്കെ ഒന്ന് കുറച്ച് ആ വെള്ളം ഉള്ളതിൽ ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. ഒരുപാട് വെന്ത് ഉടഞ്ഞു പോകരുത്. ഒരു ഹാഫ് ബോയിൽഡ് എന്ന പാകത്തിന് എടുത്താൽ മതി. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഹാഫ് ബോയിൽഡ് ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഇതൊന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ പുഴുങ്ങി ഊറ്റി വെച്ചിട്ടുള്ള റൈസ് കുറേശ്ശെ ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ റൈസ് നമ്മൾ പാകത്തിന് വേവിച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് കുത്തി ഇളക്കരുത്. ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതി. ഒരുപാട് കുത്തി ഇളക്കി വരുമ്പോൾ നമ്മുടെ റൈസ് പൊടിഞ്ഞു പോകും. അപ്പോൾ ആ വെജിറ്റബിൾസും ആ ചിക്കനും അതേപോലെ മുട്ടയും ഒക്കെ ഒന്ന് മിക്സായി കിട്ടണം ഇതിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് നേരം ഇട്ട് കുത്തി ഇളക്കരുത്. കുറേശ്ശെ റൈസ് ആഡ് ചെയ്തതിന് ശേഷം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ബാക്കിയുള്ള റൈസും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടത് വീണ്ടും ഒന്നുകൂടെ പയ്യെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരുപാട് ഹാർഡായിട്ട് നമ്മൾ മിക്സ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നല്ല നീളൻ നീളൻ ചോറായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതൊക്കെ പൊടിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കുത്തി ഇളക്കരുത്. ചെറുതായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. വെജിറ്റബിൾസും ഇതുമെല്ലാം റൈസെല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടണം. ആ ഒരു പാകത്തിന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഉപ്പ് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ വീണ്ടും ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് നമുക്ക് ഏറ്റവും ലാസ്റ്റ് നോക്കിയിട്ട് വേണം, ഈ ഒരു പാകത്തിന് നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഉപ്പ് ഒരുപാട് അധികമായി പോവും. കാര്യം നമ്മൾ റൈസിനും ഇപ്പോൾ വെജിറ്റബിൾസ് വേവിച്ചപ്പോൾ ആ ചിക്കൻ സ്റ്റോക്കിലും ഒക്കെ ഉപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ഇതിലൊന്ന് ആവി കയറി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഒരുപാട് നേരം കുക്ക് ചെയ്യരുത്. ഒരു 5 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതിനു മുമ്പേ ഞാൻ ചില്ലി ചിക്കൻ്റെ റെസിപ്പിയും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചില്ലി ചിക്കൻ്റെ റെസിപ്പി കണ്ടിട്ടില്ലാത്തവർ അതുകൂടെ കാണുക. ഇനി ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റ് ചെയ്യണം. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ.